ഓട്ടുമാമ പത്തിലുമാമ ഈ വർഷത്തെ നമ്മുടെ ബോക്സിംഗ് മത്സരത്തിന് നമ്മുടെ ഫ്രാങ്ക്ലിൻ ബായാണ് ഇറങ്ങാൻ പോണേ. മാമന്റെ അഭിപ്രായം എന്താ? ഇറങ്ങിട്ട് കാര്യമില്ല. അവരെന്തായാലും അടിവാങ്ങി വീട്ടിലിരിക്കാനല്ലേ പോണെ. പിന്നെ എന്ത് പറയാനാ. ഒരു കോൺഫിഡൻസ് എങ്കിലും കൊടുത്തൂടെ ഫ്രാങ്ക്ലിൻ ബൈക്ക്? ഇങ്ങനെയാണെന്ന് ഇങ്ങനെ നെഗറ്റീവ് അടിക്കണ എന്തിനാ? ആടാ ഡോറേമോനെ, അത് കാര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ മൂട്ടുമ്പത്തിലും മണ്ടേ ഇങ്ങനെ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് അടിക്കൂ. എടാ മോട്ടു, നമ്മളെ കുറിച്ച് എന്തോ പറയുന്നുണ്ട് ഉമ്മാര്. നമ്മളിങ്ങനെയാണെന്നൊക്കെയാണ്ടാ പറയണേ. നീ എപ്പോഴും നെഗറ്റീവ് അടിക്കുന്നത് എന്തിനാണോ മോട്ടു? എടാ അത് പിന്നെ ഞാൻ നെഗറ്റീവ് അടിക്കണല്ലോ, അടിക്കാൻ തോന്നണയാണ്. എന്തായാലും നമുക്കിവിടെ ഒന്ന് മാറണ്ട, നമുക്ക് വീട്ടിലോട്ട് പോവാം. മക്കളെ ഫ്രാങ്ക്ലിൻ അവിടെ എന്തായാലും അവനെ ഒന്ന് കണ്ടിട്ട് പോവാം. ഫ്രാങ്ക്ലിൻ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കും. എന്നെ മസിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇതാണ്. ടാറ്റു ഒക്കെ അടിച്ചിട്ടുകൊണ്ട് തന്നെ നല്ല ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് പറയാനാ, പണ്ടേ എനിക്ക് മസിലൊക്കെ ഉണ്ട്. ദൈവം പണ്ടേ എനിക്ക് മസിൽ തന്നുകൊണ്ട് എനിക്ക് ഇപ്പോഴും മസിലുണ്ട്. എനിക്ക് ജന്മന അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ മസില. എൻ്റെ താടിയൊക്കെ കണ്ട കോബ്രയുടെ ഇതൊക്കെയാണ് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ചരട് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും വലിയ ദൈവത്തിൻ്റെ ഇതിനു വേണ്ടി കിട്ടിയിട്ടേക്കണ ചരട്. പിന്നെ എൻ്റെ വാച്ച് ബോക്സിങ്ങിൻ്റെ ഇടയിൽ പൊട്ടുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് പറയാനാ, എൻ്റെ ഷൂ ഒക്കെ ഭയങ്കര കൾച്ചറായിപ്പോയി. അതിൻ്റെ ഇടയിലാണ് ഞാൻ കാലിൻ്റെ അവിടെ ഇതൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയാനാ, ഭയങ്കര മസിലൊക്കെ കൂടിയത് കൊണ്ടായിരിക്കും ദൈവം എനിക്ക് മസിൽ തന്നത്. അവനവിടെ അകത്ത് പ്രസംഗം കടിച്ചോണ്ടിരിക്കട്ടെ. ഞാൻ എന്തായാലും ഇറങ്ങുക. അവനോടൊന്ന് പറഞ്ഞേക്കിട്ടോ. പിന്നെ മുണ്ടയെടുത്തൊന്ന് പറഞ്ഞേക്ക്, ഫ്രാങ്ക്ലിൻ വെറും മുണ്ടനാണെന്ന്. കൊറേ നേരമല്ലേ ഫ്രാങ്ക്ലിൻ ബൈയെ കുറിച്ച് പറയണ. എടാ നീ തടിയമ്മോട്ടു. എടാ നിന്റെ എന്തിന്റെ എടാ നിനക്ക് തടി? എന്നെ തല്ലുന്നോടോ? ഇന്നോ പിടിച്ചോ നിനക്ക് രീതി? എന്താണോ ഇനിയും പിടിക്കണോ നിനക്ക്? എടാ മോട്ടു വിട്ടേക്കടാ, അവൻ ചുമ്മാ കാണിച്ചതാ, നീ സീരിയസ് ആക്കല്ലേ. നീ എന്നെ ഇടിക്കില്ലടാ, ഇന്നാ വാങ്ങണം. നിനക്കൊക്കെ എന്നെ ഇടിക്കണമല്ലടാ മോട്ടുവിന്റെ മോനെ. എന്താടാ നിനക്ക് കടി? എന്തിന്റെ ഇതാടാ നിനക്ക്? എന്നെ ഇടിക്കണമല്ലടാ നിനക്ക് മസിൽ? എന്താ ഷിൻഷാന്റെ മോട്ടുവിൻ്റെ വെച്ചൊക്കെ ഉണ്ടല്ലോ, എന്തോ പറ്റിയെന്ന് തോന്നണ പുറത്ത്. എന്താ ഇടി കൂടണം ഇവരൊക്കെ കൂടി. എന്താ പറ്റിയേ? എങ്ങനെ ഞാൻ പറയാം, ഈ മോട്ട് ചുമ്മാ ഇരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണെങ്കിൽ ഈ നമ്മുടെ ഷിൻഷാൻ അടിച്ച് ഡോറേമോന്റെ നിർത്താൻ പറഞ്ഞിട്ട് അവൻ നിർത്താൻ പറഞ്ഞില്ല. ഫ്രണ്ട്ലൈൻ നീ നന്നായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തു. എനിക്ക് എന്തായാലും ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ പോവാ. അയ്യോ, നമ്മുടെ ഈ ഷിൻഷാനും ഷിൻഷാനും നമ്മുടെ ഡോറേമോനും അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. എങ്ങനെ വേണമെങ്കിലും ഉദ്ദേശിച്ചു, ഞങ്ങള് പോവാ. മോട്ട് വേണമെങ്കിൽ വാ, ഞാൻ പോവാണ്ടോ. ഈ ഡോറേമോനും വരുന്നുണ്ട്. എന്തിനാണ് ഡോറേമോനെ കൊണ്ടുപോകണം? എന്തായാലും ഡോറേമോൻ നമ്മുടെ അപ്പുറത്തല്ലേ വീട്, കുഴപ്പമില്ല, വരട്ടെ. ഉമ്മാരെന്നെ ഇൻസൾട്ട് ചെയ്ത് ഈ ഡോറേമോനും നമ്മൾ ഇറക്കി വിട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു. ചിലപ്പോൾ ഫ്രാങ്ക്ലിൻ പറഞ്ഞായിരിക്കും കൂടെ വരാൻ. ഞാൻ എന്തായാലും പോവാ. ഓക്കെ ഗൈസ്, അവർ നല്ല സെഡിലൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. എടാ ഷിൻഷാൻ, എന്തായാലും ബോക്സിങ് മത്സരത്തിൽ നാളെ പോകണ്ടേ? നമുക്ക് എന്തായാലും കിടന്നുറങ്ങിയാലോ, രാത്രിയായില്ലേ. നമുക്ക് കിടന്നുറങ്ങാം. അവിടെ ഷിൻഷാനല്ലേ പോണോ? അവനെ പിടിച്ചപ്പോ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകും. ഇന്നവിടെ പിടിയിടം. നിനക്ക് മിസ്റ്റർ ബീസ്റ്റിനോടാണ് കളിക്ക്. നിന്നെ ഇന്ന് ഞാൻ വീട്ടിൽ കൊണ്ട് കിഡ്നാപ്പ് ചെയ്യൂടാ. ഫൈനലി നമ്മുടെ ഷിൻഷാൻ ആരും കിഡ്നാപ്പ് ചെയ്തോണ്ടോ എന്നാണ് നമ്മളെ പിൻചാൻ പറഞ്ഞത്. പിൻചാനെങ്കിലും അവനെ ആരായിരിക്കും കിഡ്നാപ്പ് ചെയ്തത്? എന്തായാലും എനിക്ക് ചെറുതായിട്ട് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിനെയൊക്കെ സംശയമുണ്ട്, എന്താണെന്നറിയില്ല. എങ്കിലും നമുക്കെന്തായാലും മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കാം ഷിൻഷാനെ. എന്നെ തുറന്നു വിടും മാമ. ഞാൻ നിങ്ങളെ വല്ലതും ചെയ്തു? ഞാൻ ചുമ്മാ സൈക്കിൾ ചവിട്ടി പോയതല്ലേ. എന്നെ തുറന്നു വിട്. തുറന്നു വിടണമെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ പറയാം. എന്നിട്ട് മിസ്റ്റർ മീറ്റ് എന്ന് താഴെ കമന്റ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഗ്രിൽഡിങ് മെഷീൻ വെച്ച് വെട്ടിക്കളയാം. അതുമില്ലാതെ ഇതിന് 5 ലൈക്ക് കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. I will come to your house. അയ്യോ, ഇയാളെന്ന് എന്നെ കൊല്ലും. അയ്യോ ഗൈസ്, പെട്ടെന്നെല്ലാം ചെയ്തിട്ട് വേണം. ബൈ ഗൈസ്.